ഉണ്ണിയമ്മേ കുമ്പടി വന്നു. തൻ്റെ ഇടത്തോടെ പൊതുമണ്ഡലത്തിൽ ഞാൻ ഉണ്ടാകുമെന്ന് മാധ്യമങ്ങളെ വെല്ലുവിളിച്ചിട്ട് എന്തായി? പരാതി വന്ന ആദ്യ നിമിഷത്തിൽ തന്നെ ഫോൺ ഓഫാക്കി നാട് വിട്ടുപോയി. പിന്നെ അദ്ദേഹം എപ്പോഴും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് സ്വന്തം സഹചാരികളെ കൂട്ടിയാണ്. ക്രിമിനലുകളുടെ ഒരു സംഘം കൂടെയുണ്ട്. ആ ക്രിമിനൽ ബുദ്ധി ഇവിടെയും പ്രവർത്തിച്ചിട്ടുണ്ട്. കവി തല്ലുവാങ്ങിയിട്ടേ പോകുന്ന തോന്നുന്നത്. ആ ജാമ്യാപേക്ഷയിൽ അദ്ദേഹം സമ്മതിക്കുന്നത് എന്താണ്? താൻ സമ്മതത്തോടുകൂടി വിവാഹിതയായ ഒരു പെൺകുട്ടിയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു. എങ്ങനെയാണ് ആ ബന്ധം ഉണ്ടായത്? അതാണ് പൊതുപ്രവർത്തകർ ശ്രദ്ധിക്കേണ്ട കാര്യം, നാട് ശ്രദ്ധിക്കേണ്ട കാര്യം. തൻ്റെ ഭർത്താവ് തനിക്ക് ഭർത്തൃപീഡനം ഏർപ്പെടുത്തുന്നു, ഗാർഹിക പീഡനം ഏർപ്പെടുത്തുന്നു. അതിൽ നിന്നും സഹായം തേടി ഒരു MLA ബന്ധപ്പെടുകയാണ്, കോൺഗ്രസിന്റെ MLA ബന്ധപ്പെടുകയാണ്. എന്നിട്ട് അപ്പോൾ പുരുഷൻ, ഭർത്താവായ പുരുഷൻ തന്നെ പീഡിപ്പിക്കുന്നു എന്ന് പരാതിയായിട്ട് കോൺഗ്രസിന്റെ MLAയോട് പരാതിപ്പെട്ടാൽ കോൺഗ്രസിന്റെ MLA എന്ത് ചെയ്യും? ആ സ്ത്രീയെ പീഡിപ്പിക്കും. പീഡിപ്പിക്കുക മാത്രമല്ല, ആ സ്ത്രീയോട് ആവശ്യപ്പെടുന്നത് എന്താണ്? എനിക്ക് നിന്നിൽ അനിൽകുമാർ ഈ വിവരങ്ങളൊക്കെ എവിടെ നിന്നാണ്? അപ്പൊ ആ കുട്ടി പറയാണ്, അല്ല, അതായത് ഈ ഗാർഹിക പീഡനത്തിൽ നിന്ന് രക്ഷ തേടി MLA സമീപിച്ച ആൾ പീഡിപ്പിച്ചു. ആ കഥയുടെ സിനാറിയോ മാറ്റി വായിക്കുകയാണ്. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ. അല്ല, CAക്ക് പരാതി കൊടുത്തു, CA DYSP കൊണ്ടുപോയി. ഞാൻ പറയട്ടെ, ആ കഥ അദ്ദേഹം ഇവിടെ പറയുകയാണ്. നല്ല കാര്യമാണ്. അതല്ല ഉദ്ദേശം, മിനിഞ്ഞാന്നാണ് CA ഒരു ലൈംഗിക തൊഴിലാളിയെ അറസ്റ്റ് ചെയ്യപ്പെട്ട ലൈംഗിക തൊഴിലാളിയെ CA DYSP ദുരുപയോഗം ചെയ്തു ഇതൊരു നടക്കി പോണ ലക്ഷണില്ല എന്ന് 32 പേജുള്ള ആത്മഹത്യാക്കുറിപ്പിൽ എഴുതി വെച്ചത് ഈ സംസ്ഥാനത്തെ പോലീസിന്റെ കീഴിലാണ് കേട്ടോ. അപ്പൊ ആ ബോധങ്ങളെല്ലാം കൂടെ ചേർന്ന് പുതിയൊരു കഥ അദ്ദേഹം മെനഞ്ഞതാണ് എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ അവതാരകൻ ഒരാളെ ഉണ്ടാകാൻ പാടുള്ളൂ. ചോദിച്ചത് അത് എവിടെ നിന്നാണ് ഉദ്ധരിക്കുന്നത്? ഞാൻ ഇടയ്ക്ക് ഇടപെടാറില്ല. എന്തോ എങ്ങനെ? ആ ശരി, അപ്പൊ പിന്നെ വേറെ ശബ്ദം കേട്ടതോ? വേറെ ശബ്ദം കേട്ടതോ? അത് വിടൂ. ശബ്ദം കേട്ടതോ? ഇത് എവിടെ നിന്നാണ് അങ്ങ് ഉദ്ധരിക്കുന്നത്? അത് ഞാൻ വിടുന്നില്ലെന്നേ. അത് ഞാൻ പറയട്ടെ, അങ്ങനെ വിടേണ്ട കാര്യമൊന്നും വിടില്ല. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. അതെ, ഈ കാര്യം പറയുമ്പോൾ ഇതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. അവതാരകൻ അപ്പൊ അവർക്ക് അവസരം കൊടുക്കരുത്. അല്ല, ഞാൻ അവസരം കൊടുത്തത് ഞാനാണ് ചോദിച്ചത്. വസന്ത് എന്തോ ചോദിച്ചതാണ്. ഞാൻ അങ്ങ് എന്നോടല്ലേ സംസാരിക്കേണ്ടത്? അങ്ങനെ ചോദിക്കുന്നവരെ ചർച്ചയ്ക്ക് വിളിക്കരുത്. അങ്ങനെ ചോദിക്കുന്നവരുമായിട്ട് ചർച്ചയ്ക്ക് വേണ്ടെന്ന്. ഓക്കെ, ജാമ്യാപേക്ഷയിലെ പാരഗ്രാഫാണ്, പാരഗ്രാഫ് 3 ജാമ്യാപേക്ഷ. ഗാർഹിക പീഡനത്തിന് സഹായം തേടിയാണ് MLA ഈ പരാതിക്കാരി സമീപിച്ചതെന്ന് ഈ പറഞ്ഞ വാക്കിൽ എവിടെയാണുള്ളത്? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അതെ, അതാണ് പറയുന്നത്. കേട്ടോ, എനിക്ക് ഈ കാര്യം പറഞ്ഞപ്പോൾ അവരോട് എമ്പതി ഉണ്ടായി. അല്ല, അത് സഹായം അഭ്യർത്ഥിച്ച് MLA സമീപിച്ചതല്ല. ഇതൊരു നടക്ക് പോണ മാതിരില്ല. അത് MLAക്ക് ആ പരാതിക്കാരുടെ എമ്പതി ഉണ്ടാവാനിടയായ കാരണം അവർ ഡൊമസ്റ്റിക് വയലൻസിന് വിധേയനാകുന്നു എന്ന് അവർ പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്. ഡൊമസ്റ്റിക് വയലൻസ് പീഡിപ്പിക്കപ്പെട്ട് പരാതിയുമായി വരുന്നവരെ MLA പീഡിപ്പിക്കുന്നു എന്നാണ് അങ്ങ് അല്പം മുമ്പ് പറഞ്ഞത്. ഞാൻ സുബോധത്തോടുകൂടി തന്നെ സംസാരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം പറയാം. ഒരു MLA അദ്ദേഹത്തിന്റെ അടുത്ത് ഒരാൾ പരാതി എന്താ പറയണത്? എന്റെ ഭർത്താവ് എന്നെ പീഡിപ്പിക്കുന്നു. ആ പറയുന്ന സ്ത്രീയോട് MLAക്ക് എമ്പതി ഉണ്ടാകുന്നു. ആ ബന്ധം വളരുന്നു. വളർന്നിട്ട് എന്ത് കാണിക്കുന്നു? അത് ശാരീരിക ബന്ധത്തിലേക്ക് മാറുന്നു. ഇദ്ദേഹത്തിന്റെ പ്ലാൻ പ്രകാരം കുട്ടിയുണ്ടായി, ഗർഭിണിയായി. ഗർഭിണി ആയിക്കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഗർഭിണി ആയിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഉടനെ പറയുകയാണ് ഗർഭചിത്രം നടത്തണം. എന്നിട്ട് അപ്പൊ എന്താ നമ്മൾ കാണുന്നത്? ഇത് മാതൃകാപരമായ പ്രവർത്തനമാണോ? ഒരു ജനപ്രതിനിധിക്ക് ചേർന്നതാണോ? അതെ, ആദ്യം നീ നന്നാകാൻ നോക്ക്. നിങ്ങള് ഒരു അനിൽകുമാർ ഇപ്പോൾ ഇത്രയും സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യങ്ങളല്ല FIR രേഖപ്പെടുത്തപ്പെട്ടുള്ളത്. ഇപ്പോൾ ഉള്ളത് ഒരു എമ്പതി തോന്നിയ ഒരു യുവതിയോട് ശാരീരിക ബന്ധം നടത്തിയ MLA എന്നുള്ളതാണ് അങ്ങ് ഇപ്പൊ പറഞ്ഞു വെച്ചത്. പക്ഷെ FIR ഉള്ളത് റേപ്പാണ്. അതെ, എനിക്ക് തോന്നാണോ അതോ ശരിക്കും മണ്ടനാണോ? ഇത് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാദമാണ്, എന്റെ വാദമല്ല. രാഹുൽ മാങ്കൂട്ടം തന്നെ പറയണത് ഡൊമസ്റ്റിക് വയലൻസിന് വിധേയനായ ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയോട് എമ്പതി തോന്നിയാൽ ആ പെൺകുട്ടിക്കൊപ്പം നിന്ന്
ആ ഭർത്താവിൻ്റെ ചെയ്തിയിൽ നിന്നും നിയമപരമായി അവരെ രക്ഷിക്കല്ലേ വേണ്ടത്? അതല്ലേ പൊതുപ്രവർത്തകരുടെ ജോലി. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. അതിനു പകരം തൻ്റെ അടുത്ത് ഇക്കാര്യം പറയുമ്പോൾ പറയുന്ന ആളുടെ അടുത്ത് എന്നാൽ എൻ്റെ ഒരു കുട്ടി നിനക്കിരിക്കട്ടെ, എന്നിട്ടോ പലതവണ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നു. എവിടെ ഇതൊരു നടക്കി പോണ ലക്ഷണില്ല. എഫ്ഐആർ എഴുതി വെച്ചിരിക്കുന്നത് ദേഹോപദ്രവം നടത്തി ലൈംഗിക ബന്ധത്തിൽ ഈശ്വരല്ല, ഏർപ്പെട്ടു രാഹുൽ എന്നുള്ളതാണ് എഫ്ഐആറിലെ മൊഴി. ദേഹോപദ്രവം നടത്തി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, അത് റേപ്പാണ്, റേപ്പിന്റെ ചാർജാണ് ഇട്ടിട്ടുള്ളത്. പക്ഷെ നിങ്ങൾ ഈ പറയുന്നതിൽ റേപ്പ് പറയുന്നില്ല. ഇവിടെ പ്രശ്നം എന്താണ്? ഞങ്ങൾ ഇപ്പം നിയമസഭ ഇവിടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ഈ തെരഞ്ഞെടുപ്പ് ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. തെരഞ്ഞെടുപ്പിൽ ആളുകൾ തീരുമാനിക്കുന്നത് ഇത് വെച്ചിട്ടാണ് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അതിനൊന്നും ഇല്ലേ? ഞങ്ങൾക്ക് സർക്കാരിൻ്റെ കാര്യം പറയാനുണ്ട്. നിങ്ങൾ ഈ ചർച്ചയ്ക്ക് വിളിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ചർച്ചയ്ക്ക് വന്നിരിക്കുന്നു. ഞങ്ങളുടെ പോയിന്റ് നമ്പർ 1 ഇതാണ്. നമ്പർ 1, കോൺഗ്രസ് പാർട്ടിയിലെ വനിതകളെ ഈ പറയുന്ന വ്യക്തി പലതരത്തിൽ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന് പരാതി കിട്ടിയിട്ടുണ്ടോ? ഉണ്ട് എന്നാണ് റിനി ആൻഡ് ജോർജ് വെളിപ്പെടുത്തിയത്. 2, അങ്ങനെ പരാതിപ്പെട്ട ആളുകളുടെ കാര്യം ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ഞാൻ ധരിപ്പിച്ചു എന്നാണ് അവർ പറഞ്ഞത്. നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്: കോൺഗ്രസ് പാർട്ടിയിൽ ഇങ്ങനെ കൈകാര്യം ചെയ്തിട്ടും എന്തുകൊണ്ട് കോൺഗ്രസ് നിശബ്ദമായിരിക്കുന്നു? ഇവനെന്ത് വിവരക്കേടാ ചോദിക്കണേ? സഖാവേ, കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കരുതുന്നത് എതിരഭിപ്രായമൊക്കെ ഉണ്ടെങ്കിലും കൂടെ നിൽക്കുന്നതിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ കുറ്റം പറയാനും ഇല്ലാത്ത കാര്യം പറയാനുമുള്ള തിരക്കിൽ അങ്ങ് മുകേഷിനെ കുറിച്ച് പറഞ്ഞ കള്ളങ്ങൾക്ക് മറുപടി പറയാൻ ശ്രീ അനിൽകുമാർ സഖാവ് ഒരു വരി അങ്ങ് വിദഗ്ധമായിട്ട് വിട്ടു. ആ വരി എന്താണെന്നറിയാമോ? രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങോട്ടാണ് ഈ പെൺകുട്ടി കോൺടാക്ട് ചെയ്തത്. ഫേസ്ബുക്കിൽ അങ്ങോട്ട് സൗഹൃദം സ്ഥാപിച്ചു. അതിനുശേഷമാണ് അവരുടെ ബന്ധം ഉണ്ടാകുന്നത്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയുടെ പുറകെ പോയതല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങോട്ട് ബന്ധം സ്ഥാപിച്ചതല്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങോട്ട് ബന്ധം സ്ഥാപിച്ചതാണ്. പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അതോ ില്ല മാർച്ച് മാസം ഇവര് കുട്ടിയെ ഉണ്ടാക്കാൻ നോക്കുകയായിരുന്നില്ലേ? കുട്ടിയെ ഉണ്ടാക്കാൻ നോക്കുന്നതിൽ ലൈംഗികതയിൽ ഏർപ്പെടുന്നതിനെ റേപ്പ് എന്നാണോ ഈ നാട്ടിൽ വിളിക്കുന്നത്? ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ് അനിൽകുമാർ, ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, അങ്ങ് ഇതുവരെയും ഈ എഫ്ഐആറിൽ പറയുന്ന പോലെ റേപ്പ് എന്ന വാക്ക് ഉപയോഗിക്കുന്നേ ഇല്ല. അല്ല, ഞാൻ ഇപ്പോൾ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ചർച്ചയിൽ കോടതിയിലുള്ളൊരു കേസിനെ കുറിച്ച് സംസാരിക്കാനല്ല ഞാൻ ഇരിക്കുന്നത്. എനിക്ക് നല്ല രാഷ്ട്രീയ ബോധമുണ്ട്, നിയമബോധമുണ്ട്. ഭയങ്കരം തന്നെ. അതായത് അനിൽകുമാറിന്റെ പാർട്ടി മുന്നോട്ട് വെക്കുന്ന നറേറ്റീവും പോലീസ് കേസും രണ്ടാണെന്ന് തോന്നിപ്പോകുന്നു. അതല്ല ഉദ്ദേശം. ഞാൻ മാറി അല്ലല്ല, ഒരു കാര്യം മനസ്സിലാക്കും. പോലീസ് കേസ് CPM നറേറ്റീവ് അല്ല. പോലീസ് കേസ് അവരുടെ വാദമാണ്, അല്ലെങ്കിൽ അവരുടെ മൊഴിയാണ്. അത് CPM എന്ത് പഠിച്ചു? നിങ്ങൾ ഉന്നയിക്കുന്ന ചോദ്യം രാഷ്ട്രീയ ചോദ്യമാണ്. ഞങ്ങളെ കേസിന് മൊഴിയോ ആ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള നിയമത്തിന്റെ നിലനിൽപ്പോ തെളിവുകളോ അല്ല പോയിന്റ്. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ഞങ്ങളുടെ പോയിന്റ് ഇതാണ്: കോൺഗ്രസിലെ വനിതകൾ ആരോടൊപ്പം? ഇരയ്ക്കൊപ്പമാണോ? കോൺഗ്രസ് നേതാക്കന്മാർ ആരോടൊപ്പം? ഈ വനിതയ്ക്കൊപ്പമാണോ? എന്താണ് ക്വസ്റ്റ്യൻ? ക്വസ്റ്റ്യൻ വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഞാൻ പറയാം. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.